മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും ശ്രമകരമായത് നിഷ്ക്രിയ മാലിന്യങ്ങളുടെ പരിപാലനമാണ്. എന്നാൽ ഇതിന് പരിഹാരമൊരുക്കുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിലെ വൃത്തി കോൺക്ലേവിലൊരുക്കിയ ശാസ്ത്രീയ ലാൻഡ് ഫിൽ മാതൃക. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് ലാൻഡ് ഫിൽ മാതൃക സജ്ജമാക്കിയിരിക്കുന്നത്. എല്ലാ തരംതിരിക്കലിനും സംസ്കരണത്തിനും ശേഷം അവശേഷിക്കുന്ന പുനരുപയോഗത്തിന് സാധിക്കാത്ത മാലിന്യങ്ങളാണ് നിഷ്ക്രിയ മാലിന്യങ്ങൾ. ഇവ സുരക്ഷിതമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പ്രത്യേകമായി തയ്യാറാക്കുന്ന സംവിധാനമാണ് ശാസ്ത്രീയ ലാൻഡ്ഫിൽ. റീസൈക്കിൾ ചെയ്തതിനു ശേഷം ബാക്കിയാകുന്ന നിഷ്ക്രിയ മാലിന്യങ്ങളും മറ്റ് അപകടകരമല്ലാത്ത വസ്തുക്കളുമാണ് ലാൻഡ്ഫില്ലിലൂടെ സംസ്കരിക്കാനാവുക. പൊതുനിരത്തുകളും ഓടകളും വൃത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന മണ്ണ്, ചില്ല്, ഓട് തുടങ്ങിയവയും ഈ സംവിധാനത്തിലൂടെ സംസ്കരിക്കാൻ കഴിയും. പരിസ്ഥിതിയെ യാതൊരു തരത്തിലും ബാധിക്കാത്ത വിധത്തിലാണ് ലാൻഡ് ഫില്ലുകളുടെ രൂപകൽപ്പന. ഏറ്റവും ഈ ലെയർ ബൈ ലെയർ ഫില്ല് ചെയ്ത് നമ്മൾ ഇനേർട്ട് മാലിന്യം ഫില്ല് ചെയ്ത് അതിനുശേഷം പിന്നെയും മുകളിൽ നമ്മൾ ക്ലേ ലൈനറും നമ്മൾ ജിയോ ടെക്സ്റ്റൈലും ജിയോ മെംബ്രെയിനും കൊടുത്തിട്ടാണ് അവസാനം ഫൈനലി ഇതിൻ്റെ വെജിറ്റേഷൻ കവർ നമ്മൾ കൊടുക്കുക. വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുല്ല് വെച്ച് പിടിപ്പിച്ച് അതിനെ നോർമലി നമ്മളൊരു പരിസ്ഥിതി സൗഹൃദമായിട്ട് എങ്ങനെയാണോ നമ്മൾ പ്രകൃതിയിൽ പുല്ല് വളരുന്നത് അതുപോലെ തന്നെ അത്തരം ഒരു രീതിയിലാണ് ഇതിൻ്റെ വെജിറ്റേഷൻ കവർ നമ്മൾ ചെയ്ത് അതൊരു പാർക്കായിട്ടോ അല്ലെങ്കിൽ മറ്റ് എന്താവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ മാറ്റുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സയന്റിഫിക് ലാൻഡ്ഫിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലാൻഡ്ഫില്ലിന്റെ ഉൾവശം എങ്ങനെയെന്ന് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ 24 അടി പൊക്കത്തിലാണ് മാതൃകാ ലാൻഡ്ഫിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കളിയിലൂടെയും ചോദ്യങ്ങളിലൂടെയും മാലിന്യ സംസ്കരണത്തിന്റെ വിവിധ പാഠങ്ങൾ പകർന്നു നൽകുന്ന ഏണിയും പാമ്പും കളിയും ഇതോടൊപ്പം സജ്ജമാക്കിയിട്ടുണ്ട്. തിരക്കുകൾക്കിടയിലും ഏണിയും പാമ്പും കളിക്കാൻ മന്ത്രി എം.ബി. രാജേഷും എത്തി. പാമ്പ് കടിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. നമ്മൾ ചെറിയ സിമ്പിൾ കളിയിലൂടെ അധികം അറിവ് ഡംപ് സൈറ്റുകളിൽ നിന്ന് മാലിന്യക്കൂന നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതി വ്യക്തമാക്കുന്ന മിക്സഡ് റിയാലിറ്റി തിയേറ്ററും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.